ദിലീപ് കുമാർ കൂടി ചേർന്നു. ദിലീപ്, ഈ ഷോപ്പിയാനിലെ കൊല്ലപ്പെട്ട 4 പേർ അല്ലെങ്കിൽ വധിക്കപ്പെട്ട 4 ഭീകരവാദികൾ പഹൽഗാം ഭീകരവാദികളാണെന്ന ചോദ്യത്തിൽ വ്യക്തത വരട്ടെ. ഇതിപ്പോൾ ആദംപൂരിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അപ്രതീക്ഷിതമാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാ സൈനികരുടെ മുറയിൽ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ നടത്തിയ സന്ദർശനമാണ് ദിലീപ്. ഹാഷ്മി, ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും വലിയ റോൾ വഹിച്ച 3 സൈന്യവും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയതെങ്കിലും അതിൽ ഏറ്റവും സുപ്രധാന പങ്കായിരുന്നു ഇത്തവണ വ്യോമസേനയുടേത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ, ഭീകര താവളങ്ങൾ, അത് ഉന്നമിട്ട സ്ഥലങ്ങൾ, ലക്ഷ്യസ്ഥാനങ്ങൾ അത് തകർക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായക പങ്കുണ്ട്. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് നശിപ്പിച്ചതിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായക പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ പങ്കിന്, വ്യോമസേനാംഗങ്ങൾക്ക് കൂടുതൽ അവരെ പ്രചോദിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനിക വിഭാഗത്തിനൊന്നാകെ, അത് നാവികസേന, കരസേന, വ്യോമസേന എന്നിവയ്ക്കൊക്കെ ഒരു നല്ല സന്ദേശം നൽകുക എന്നതാണ് പ്രധാനമന്ത്രി ആദംപൂർ എയർ സ്റ്റേഷൻ അത് തന്നെ സന്ദർശനത്തിൽ തിരഞ്ഞെടുത്തതിൽ നിന്ന് ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആദംപൂരിലെ വ്യോമത്താവളത്തിന് നേരെ പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്തിയിരുന്നു. അവരുടെ F-16 വിമാനം ഉപയോഗിച്ച് ഇന്ത്യയുടെ S-400 സുദർശന ചക്ര വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്ന സ്ഥലമാണ് ആദംപൂർ. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ അവകാശവാദം തള്ളിക്കളയുകയാണ് ചെയ്തത്. ആദംപൂരിന് പുറമെ പത്താൻകോട്ട്, ഭുജ് തുടങ്ങിയ സ്ഥലങ്ങൾ, അങ്ങനെ 4 തന്ത്രപ്രധാന വ്യോമത്താവളങ്ങൾ ഇന്ത്യയുടെ ആക്രമിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആദംപൂർ എന്ന് പറയുന്ന ആ വ്യോമത്താവളത്തിലാണ് പ്രധാനമന്ത്രി എത്തിയതും അവിടെയുള്ള സൈനികർക്ക്, അവിടെയുള്ള വ്യോമസേനാംഗങ്ങൾക്ക് ഒരു പ്രചോദനം നൽകത്തക്ക വിധം തന്നെ അവരുമായി അദ്ദേഹം സംസാരിക്കുന്നു, അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. അങ്ങനെ ഇന്ത്യയുടെ കരുത്തരായ ആ വ്യോമസേനാംഗങ്ങൾക്ക് കൂടുതൽ ഒരു മോട്ടിവേഷൻ നൽകുക എന്നത് തന്നെയായിരുന്നു ഈ ആദംപൂർ തെരഞ്ഞെടുത്തതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടതും. പ്രധാനമന്ത്രി അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകത്തക്ക തരത്തിൽ, കൂടുതൽ ആത്മവിശ്വാസം നൽകത്തക്ക തരത്തിൽ, സൈനികർക്ക് പൊതുവേ തന്നെ ആത്മവിശ്വാസമുണ്ട്, ഇത്തരം ആക്രമണങ്ങളൊക്കെ അവർക്കതൊന്നും ഒരു വിഷയമല്ല, പക്ഷേ കൂടുതൽ ആത്മവിശ്വാസം നൽകുക എന്നത് തന്നെയാണ്. രാജ്യം സൈന്യത്തോടൊപ്പമുണ്ട്, രാജ്യം സൈന്യത്തിന് പിന്നാലെയുണ്ട് എന്ന ഒരു സന്ദേശം കൂടി നൽകുക എന്നതാണ് ആദംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടത്.